നമുക്ക് എ ഗ്രേഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് കലോത്സവത്തിൽ ഇപ്പോൾ എ ഗ്രേഡ് കിട്ടുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. നമുക്ക് അതായത് ആ കുട്ടികൾ അത്രയും ടാലൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. കുന്നിക്കുരു കണ്ണവക്കേ നോക്കാനൊരു നോട്ടം കണ്ട ആ നോക്കണ നോട്ടത്തിലെ ചങ്കൊന്നു പടക്കണ. അവിടെയും ജഡ്ജസ് പ്രത്യേകമായിട്ട് ഓരോരുത്തരെ ഇപ്പം അഭിനന്ദിച്ചു. അവരുടെ നവ്യ നായരൊക്കെ വളരെ ഇതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് പറഞ്ഞു. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മുഹമ്മയിലെ AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, പുറയിലും സൈഡിലൊക്കെ ആയിട്ട് കുറേ പുലിക്കുട്ടികളാണ്, നല്ല ചുണക്കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബീറ്റ് റൂട്ട്സ് എന്ന് പറയുന്ന ഒരു ബാൻഡിൻ്റെ നെടുന്തൂണുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. എല്ലാം കൊച്ചു കുട്ടികളാട്ടോ, അതായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. അവർ പൊളിച്ചടുക്കിയ പിള്ളേരാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് ഇന്നിപ്പം നല്ല തിരക്കുള്ള കുട്ടികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ, ഓണപ്പരിപാടികൾ, അതുപോലെ തന്നെ ആദ്യം നാട്ടിൻപുറത്ത് കളിച്ചു തുടങ്ങി. അവിടെ നിന്ന് അവർ ജില്ല വിട്ട് ലാസ്റ്റ് നമ്മുടെ TV ചാനലുകളിലൂടെ കിടിലമെന്ന് പറയുന്ന പരിപാടിയിലൂടെ അവരെല്ലാവരും അറിഞ്ഞ ചുണക്കുട്ടികളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, അവരുടെ പെർഫോമൻസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ മൻസൂർ മുഹമ്മദ്, ത്രിപുരം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.
നോക്കണ നോട്ടത്തിലെ ചങ്കൊന്നു പടക്കണടാ. ഹായ്, എൻ്റെ പേര് അക്ഷയ് ഹരി എന്നാണ്. ഞാൻ +1-ലാണ് പഠിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഗൗരി ജി ബിജു. ഞാൻ +2-ലാണ് പഠിക്കുന്നത്. ഹലോ, എൻ്റെ പേര് അശ്വതി. ഞാൻ +1 സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് അഭിഷേക്. ഞാൻ +2 പഠിക്കുകയാണ്. എൻ്റെ പേര് അശ്വിൻ. 10-ലാണ് പഠിക്കുന്നത്.
എൻ്റെ പേര് നിരഞ്ജൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഖിൽ, 8ൽ പഠിക്കുന്നു. എൻ്റെ പേര് ആദർശ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അർജുൻ, ഞാൻ 8ൽ പഠിക്കുന്നു. ഹായ്, എൻ്റെ പേര് പ്രിയദർശ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അദ്വൈത്, ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് ഗൗതം, ഞാൻ 10ൽ പഠിക്കുന്നു. എൻ്റെ പേര് അശ്വിൻ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഇതു, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭിനവ്, ഞാൻ 8ൽ പഠിക്കുന്നു. എൻ്റെ പേര് അശ്വിൻ വിവി, ഞാൻ 8ൽ പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ബാൻഡ് സംഘത്തിൻ്റെ അണിയർ പ്രവർത്തകർ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അതായത് അതിന് ചുക്കാൻ പിടിക്കുന്ന 2 അധ്യാപകർ, സംഗീത അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ പേരൻസ് ഉണ്ട്. അപ്പം അതായത് ഇവിടെ നമുക്ക് തുടക്കം തൊട്ട് തന്നെ നമുക്ക് മനസ്സിലായ സംഭവം എന്ന് പറയുന്നത്, ഇതിന് ചുക്കാൻ പിടിച്ച് അവരങ്ങോട്ട് കട്ടൊക്കെ അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മളൊക്കെ പഠിച്ചതാണ്, നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിച്ചതാണ്. പക്ഷെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സംഭവം അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അതിൻ്റെ ഒരു മാറ്റം നമുക്കിപ്പം കാണാനും സാധിച്ചു. സാറിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബിബിൻ. അശ്വതി. ഇവർ രണ്ടുപേരും ടീച്ചർമാരാണ്, ഇവർ രണ്ടുപേരും പേരൻസ്. പേര് ഹരികുമാർ അല്ലേ? അതെ അതെ. സൈര. അപ്പം എങ്ങനെയാണ് ഇവർ ഈ ഒരു ടീമിനെ ഇങ്ങനൊരു സെറ്റപ്പിൽ ഇവരെ വാർത്തെടുത്തത്? കാരണം വെച്ചാൽ ഈ ഒരു പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവരെ ഈ കൊണ്ടുവന്ന്, സാധാരണ ഇതിനു മുമ്പൊക്കെ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ പാട്ട് പാടുന്നവർ അവിടെ പാടും, അല്ലെങ്കിൽ ഈ കൊട്ടുന്നവരിവിടെ കൊട്ടും അല്ലേ, ഓരോ ഇത്. പക്ഷേ ഇവരെല്ലാവരും കൂടി ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴി കൊണ്ടുവന്ന് അതിനൊരു ബാൻഡ്, അവർ അഭിമാനത്തോടുകൂടി നമ്മുടെ ഈ ആര്യക്കര അല്ലെങ്കിൽ എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനത്തോടുകൂടി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് എങ്ങനെയാണ്? നമ്മൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരു ബാൻഡിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയത്. ബാൻഡിൻ്റെ പ്രവർത്തനം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. നമുക്ക് ആദ്യം ഒരു സബ് ജില്ലാ കലോത്സവം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളാദ്യം കലോത്സവത്തിന് വേണ്ടി വൃന്ദവാദ്യം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു ഐറ്റത്തിന് വേണ്ടി നമ്മൾ കുട്ടികളെ മത്സര ഇനത്തിന് വേണ്ടി തയ്യാറാക്കുകയും കുട്ടികളുടെ ആ ഒരു എഫേർട്ട് നമ്മളുടെ മറ്റ് ടീച്ചേഴ്സിൻ്റെയൊക്കെ ആ ഒരു ചിട്ടയായിട്ടുള്ളൊരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല റിസൾട്ട് നമുക്ക് സബ് ജില്ലയിൽ കിട്ടി. നമുക്ക് അതിന് ശേഷം സബ് ജില്ലയിൽ നിന്ന് ജില്ലാ തലത്തിൽ നമുക്ക് 1ാം സ്ഥാനം കിട്ടി. അങ്ങനെ സ്റ്റേറ്റിലേക്ക് നമുക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുകയും സ്റ്റേറ്റ് കലോത്സവത്തിൽ നമുക്ക് എ ഗ്രേഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് കലോത്സവത്തിൽ ഇപ്പോൾ എ ഗ്രേഡ് കിട്ടുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. നമുക്ക് അതായത് ആ കുട്ടികൾ അത്രയും ടാലൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ഏത് വിഭാഗം, ഏത് ഐറ്റം എടുക്കുകയാണെങ്കിലും സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനം അത്രത്തിൽ കോമ്പറ്റീഷനും അത്ര ലെവലിൽ നിൽക്കുന്ന കുട്ടികളും തന്നെയാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ എന്ന് പറയുമ്പോൾ ഏതൊരു ഐറ്റം എടുക്കുകയാണെങ്കിലും. നിലവിൽ എവിടെയൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ ജില്ല വിട്ടൊക്കെ പുറത്ത് പോയിട്ടുള്ള? ജില്ല വിട്ടൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. നമ്മൾ ആദ്യം ആര്യക്കര സ്കൂളിൽ ഈ ദേവി ഉത്സവത്തിനാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. അതിനുശേഷം പിന്നെ തുടർന്ന് വന്ന ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറേ സ്ഥലങ്ങളിൽ, അതൊരു ഓണം സീസണിൽ നമുക്ക് ഒരു ദിവസം 2 പ്രോഗ്രാം വെച്ചൊക്കെ ഉണ്ടായിരുന്നു. 10 ദിവസത്തിൽ 8 ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കിടിലത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടി നമ്മൾക്ക് ഒരു കിട്ടി. അവിടെയും ജഡ്ജസ് പ്രത്യേകമായിട്ട് ഓരോരുത്തരെ ഇപ്പം അഭിനന്ദിച്ചു. അവരുടെ നവ്യ നായരൊക്കെ വളരെ ഇതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പം കൊല്ലത്ത് 2-3 പ്രോഗ്രാം നമ്മളിങ്ങനെ പ്രോഗ്രാം കണ്ടിട്ട് ശിവഗിരിയിൽ അവതരിപ്പിച്ചു, അവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ അവതരിപ്പിച്ചു, അമ്പലങ്ങളിൽ അവതരിപ്പിച്ചു. അപ്പം നമ്മൾ വിളിക്കുന്നിടത്ത് എല്ലായിടവും നമ്മൾ പോകുന്നുണ്ട്. അവരുടെ പഠനത്തിന് ഒരു ബുദ്ധിമുട്ടും വരുത്തുന്നില്ല, അല്ലാണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത്
ഇത്രയും ഡെഡിക്കേറ്റഡ് ആയ കുറെ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ നമ്മളത് നമുക്കൊന്ന് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ അതും അതിന്റെ കൂടെ കട്ടക്ക് കഴിക്കണ പേരൻസും അല്ലേ? പേരൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലല്ലേ അവർ ഇതിലേക്ക് എത്തും. എവിടെ പരിപാടി ഉണ്ടെങ്കിലും മുഴുവൻ പേരൻസ്. എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ കഴിവ് അറിഞ്ഞ് നമ്മളത് കൈകാര്യം ചെയ്യും അല്ലേ? ഓരോരുത്തർക്കും ഓരോ മേഖലയുണ്ട്. ആ മേഖല അതാണ് നമ്മൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള വാതിലുകൾ നമ്മൾ തുറന്നു കൊടുത്തു എന്നുള്ള. എന്തായാലും നമുക്ക് വളരെയേറെ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു തലമുറയെ, ഒരു പുതിയ കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് അതിനുവേണ്ടി തയ്യാറെടുത്ത അധ്യാപകർക്കും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന രക്ഷകർത്താക്കളും ഒക്കെ നമുക്ക് നന്ദിയുണ്ട്. അപ്പം നമ്മുടെ പരിപാടി ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ, പരിപാടിക്ക് നിങ്ങൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ വിളിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പം എന്തായാലും ആ നമ്പർ നമ്മൾ നേരെ താഴെ കൊടുക്കുന്നതായിരിക്കും. ആ നമ്പർ വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പരിപാടി ബുക്ക് ചെയ്യാം. ഇനിയിപ്പം സീസൺ വരികയാണ്. കാരണം ഓണമൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരെ കിട്ടാൻ പാടാണ്.